നമ്മളിന്ന് രാവിലെ അനന്തരാജ് നമ്മളൊരു നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് കണ്ടിരുന്നു. അത് രാവിലെ തന്നെ സ്മാർട്ട് മണി പ്രോ നമുക്കൊരു ഇൻഡിക്കേഷൻ തന്നിരുന്നു. അതിന്റെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ട്രേഡ് ഈ ഒരു റേഞ്ചിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഒരു എസ് എൽ വിവാപ്പിന് താഴെയായിരുന്നു. ആ എസ് എൽ ഹിറ്റ് ആവുകയും അതിനുശേഷം ഒരു റിവേഴ്സിൽ വന്ന് വീണ്ടും നമ്മുടെ സ്മാർട്ട് മണി ആസ് യൂഷ്വൽ വൺസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്മാർട്ട് മണി വൺസ് രാവിലെ ആക്റ്റീവ് ആണെങ്കിൽ അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഏകദേശം ഒരു 4.5 അല്ലെങ്കിൽ 5% മൂവാണ് അവിടെ നിന്ന് വന്നത്. പിന്നീട് ഈ ഫ്രൈഡേ എനിക്ക് തോന്നിയിട്ടുള്ളത് പൊതുവെ ഒരു അൺപ്രഡിക്റ്റബിൾ ഡേ ആണ്. അതുകൊണ്ട് പൊതുവെ ഞാൻ ട്രേഡ് എടുക്കാറില്ല. അതിന് വേറൊരു കാരണങ്ങളുണ്ട്. നമ്മുടെ സ്വിംഗ് ലൈവ് സ്കാനർ ഉണ്ട് അതിൽ നമ്മുടെ പ്രീവിയസ് സിഗ്നൽസ് വന്നതിന്റെ ബേസിൽ നമ്മളൊരു ബാക്ക് ടെസ്റ്റിംഗ് നടത്തുന്ന ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫ്രൈഡേസ് പൊതുവെ വരുന്ന സിഗ്നലുകൾ നല്ലൊരു വിന്നിംഗ് റേറ്റ് തരാറില്ല. പൊതുവെ അതൊരു ബാഡ് റിസൾട്ടാണ് തരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൈഡേ അങ്ങനെ ട്രേഡ്സ് എടുക്കാറില്ല. പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ രാവിലെ നല്ല ബുള്ളിഷ് ആയിട്ടുള്ള നിഫ്റ്റിയിൽ മൂവ് കണ്ടു. ഓവറോൾ സ്റ്റോക്സ് നല്ല മൂവ്മെന്റ് ആയിരുന്നു. അതിന്റെ ബേസിലായിരുന്നു നമ്മൾ ഇന്ന് അനന്തരാജ് എടുത്തത്. പക്ഷേ അത് ഒരു സ്മോൾ എസ് എൽ ആണ് ഹിറ്റ് ചെയ്തെന്നാലും എസ് എൽ ഹിറ്റ് ആയിരുന്നു. നമ്മുടെ ലോസ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ആയിരുന്നു. നമ്മുടെ എസ് എൽ ഹിറ്റ് ആയെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ റൂളോട് അപ്ലൈ ചെയ്തു. അത് ഹിറ്റായി നമ്മളൊന്ന് എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് എങ്ങനെ വേണമെങ്കിലും പോയിക്കോട്ടെ, നമ്മുടെ റൂൾസ് സ്ട്രിക്റ്റ് ആയി ഫോളോ ചെയ്യുക. എസ് എൽ എടുക്കുക, ഹോപ്പ് വെക്കാതിരിക്കുക, ഏറ്റവും ചെറിയ എസ് എൽ എടുക്കുക.